കണ്ണൂരിൽ ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. പനങ്കാവ് അരയമ്പേത്ത് സ്വദേശി പ്രകാശനാണ് പിടിയിലായത്. ഫെബ്രുവരി 22-ന് രാവിലെയായിരുന്നു ബൈക്ക് യാത്രികനായ ഷാജഹാനെ താവക്കരയിൽ വെച്ച് ഓട്ടോറിക്ഷ ഇടിച്ചിട്ടത്. കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ കണ്ണൂർ ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. സർക്കിളിൽ ഗതാഗത നിയമം ലംഘിച്ച്, അതായത് കൃത്യമായി നേരത്തെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന റൂട്ടിലല്ലാതെ നിയമം ലംഘിച്ചെത്തിയ ഓട്ടോറിക്ഷയാണ് ബൈക്ക് യാത്രികനായ ഷാജഹാനെ ഇടിച്ചു വീഴ്ത്തിയത്. ഈ ഇടിച്ചു വീഴ്ത്തിയതിന് ശേഷം ഓട്ടോറിക്ഷ ഡ്രൈവർ അപകടത്തിൽപ്പെട്ടത് കണ്ട് അത് നോക്കി നിന്നതിന് ശേഷം ഓട്ടോയും എടുത്ത് അവിടെ നിന്ന് പോവുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ പിടികൂടിയിരിക്കുന്നത്. പനങ്കാവ് അരയമ്പേത്ത് സ്വദേശി പ്രകാശനാണ് അന്ന് ഇത്തരത്തിൽ ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട ശേഷം ഓട്ടോറിക്ഷ നിർത്താതെ പോയത്. പ്രകാശൻ അവിടെ നിന്ന് ഓട്ടോറിക്ഷയുമായി കടന്നു കളഞ്ഞതിന് പിന്നാലെ എത്തിയ മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു ഷാജഹാനെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ, എല്ല് പൊട്ടുന്നത് ഉൾപ്പെടെ പരിക്കേറ്റ ഷാജഹാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ വിശ്രമത്തിലാണ്. ഏതായാലും ഇന്ന് ആണ് കണ്ണൂർ ടൗൺ പോലീസ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. വളരെ ദീർഘമായ ഒരു അന്വേഷണം തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ നടത്തേണ്ടി വന്നു. ഫെബ്രുവരി 22-ന് പുലർച്ചെ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് കേന്ദ്രീകരിച്ച് കണ്ണൂരിൽ ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിലായെന്ന വാർത്തയാണ് നിഖിൽ കണ്ണൂർ നൽകിയത്.